എല്ലാവർക്കും MG മീഡിയയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളായി നടക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷം കേരളത്തിലെ ഒട്ടുമിക്ക ഭവനങ്ങളെയും സങ്കടത്തിൽ ആഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതിന് സംശയമില്ല. ഒന്നുകിൽ തങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും വിദേശത്തുണ്ടാവും, ഇല്ലായെങ്കിൽ തങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ജോലി ചെയ്തിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഒരു വലിയ സമൂഹം ഭവനങ്ങളും കഴിയുന്നു എന്നുള്ളത് ഒരു വളരെ യാഥാർത്ഥ്യമായ സംഗതിയാണ്. അവിടെ നടക്കുന്ന ഈ യുദ്ധസമാനമായ സാഹചര്യം നമ്മളെ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഈ അവസരത്തിൽ മിഡിൽ ഈസ്റ്റിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് ഏതാനും ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. നിങ്ങളേത് സ്ഥലത്ത്, ഏത് രാജ്യത്തായിരിക്കുന്നോ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. തെറ്റായിട്ടുള്ള ഒരു സന്ദേശവും നിങ്ങളുടെ ഫോണിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയോ അതിനുറവിടം നിങ്ങളാവുകയോ ചെയ്യരുത്. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളെ കൈക്കൊള്ളുന്ന പ്രിക്കോഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാകും. എല്ലാവരെയും ചേർത്ത് പിടിച്ച് ആർക്കും ഒരു അപായം പോലും പറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വലിയ ഉദ്യമത്തിൽ പ്രവാസികളായ നമ്മളുടെ പങ്കും വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് തരുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമല്ലാതെ ഒരു കാരണവശാലും ആരും പെരുമാറരുതെന്ന് വളരെ വിനയത്തോടെ നിങ്ങളെ ഞാൻ ഈ അവസരം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും, നമ്മൾക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സമീപ പ്രദേശത്തുള്ള വ്യക്തികൾ എല്ലാവരുമായും പരസ്പരം ഒരു ടെലിഫോണിൽ ഒരു ബന്ധങ്ങൾ ഉണ്ടാവണം. ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് നിങ്ങൾ സ്ഥാപിച്ചെടുക്കണം. അത്തരം കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ, പ്രതിസന്ധിയുടെ കാലയളവിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു മനസ്സിൽ ഒരു മാലയിലെ ചരടിൽ കോർത്ത മുത്തുപോലെ നമ്മളെ പോറ്റി പുലർത്തുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായിട്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് കരുതലോടെ ഒന്നിച്ച് സൂക്ഷിച്ച് മുന്നേറേണ്ട കാലമാണ്. അതിലുപരിയായി എല്ലാ പ്രവാസ സമൂഹത്തോടും പറയാനുള്ളത്, കേരളത്തിൽ വ്യത്യസ്ത വിശ്വാസത്തിലുള്ള ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നീ